എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ആൻസറൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണും. അതുപോലെ പുതുതായി വന്നവർ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടിട്ട് അഭിപ്രായം പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ പെട്ടെന്നൊന്ന് കണ്ടിട്ട് വരാം. ആദ്യത്തെ ടിപ്പ് വറ്റൽമുളകുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു വറ്റൽമുളക് നമ്മൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ക്രഷ്ഡ് ചില്ലി ആക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു മഴക്കാലത്താണെങ്കിൽ ഇതിങ്ങനെ തണുത്തിരിക്കും. മിക്സിയിൽ ഇട്ടിട്ട് തിരിച്ച് കഴിഞ്ഞാൽ ശരിക്കും അങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടില്ല. പീസായിട്ട് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമുക്ക് അങ്ങനെ കറക്റ്റ് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ അതിൻ്റെ ഒരു തണ്ടൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. എല്ലാത്തിനും ഒന്ന് ചൂട് കയറി കഴിഞ്ഞാൽ നമ്മൾ അത് മിക്സിയിലിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ ക്രഷ്ഡ് ചില്ലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ വെയിലുള്ള സമയത്താണെങ്കിൽ വെയിലത്ത് വെച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോൾ വെയിലില്ലാത്ത ഈ ഒരു സമയത്ത് ഇതുപോലെ ട്രൈ ചെയ്യും. അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് വീണ്ടും ആ ഒരു കണ്ടെയ്നറിൽ തന്നെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ഇരിക്കും കേട്ടോ, കേടാവാണ്ട്. മഴയായാലും പൂത്തൊന്നും പോവില്ല. അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ കടുകും മുളകൊക്കെ സാമ്പാറിന് അതുപോലെ ഉള്ള കറികൾക്കൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് കടുക് ഇട്ട് കഴിഞ്ഞിട്ട് മുളകൊക്കെ എടുത്ത് പൊട്ടിച്ച് ഒക്കെ വരുമ്പോഴേക്കും കടുക് കരിഞ്ഞു പോവും. അങ്ങനെ ബിഗിനേഴ്സിനൊക്കെ ഒരു മെയിൻ പ്രോബ്ലം ആയിരിക്കും അത്. അതുപോലെ തന്നെ മുളക് പെട്ടെന്ന് എടുത്ത് കഴിഞ്ഞാൽ നോക്കിയാൽ കാണില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ നമ്മൾ വേറൊരു കണ്ടെയ്നറിൽ ആ ഒരു തണ്ടൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് വെക്കുക. കടുകിൻ്റെ അടുത്ത് തന്നെ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാച്ചുന്ന സമയത്ത് കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഈസിയാണ്. പെട്ടെന്ന് കടുകും ഇടാം, അതുപോലെ തന്നെ ഈ മുളകിൻ്റെ പീസും അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പണി പെട്ടെന്ന് തീരും. അതുപോലെ ഇതിങ്ങനെ എടുത്ത് വരുമ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ അടിയിൽ കുറേ ഇങ്ങനെ സീഡുകൾ ഉണ്ടാവില്ലേ, മുളകിൻ്റെ വിത്തുകൾ. അപ്പോൾ അത് നമ്മൾ മണ്ണിലൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ പാവി വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് മുളകിൻ്റെ തൈകൾ ഉണ്ടാവും, മുളകൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുവരെ നോക്കാത്തവർ ട്രൈ ചെയ്യും കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്തിട്ട് എനിക്ക് ധാരാളം മുളക് കിട്ടാറുള്ളതാണ്. അടുത്ത ടിപ്പ്, നമ്മുടെ വീട്ടിൽ ചില സമയത്ത് ഫ്ലോർ ക്ലീനേഴ്സൊക്കെ കഴിഞ്ഞിരിക്കുന്ന നേരമാണെങ്കിൽ ലൈസോൾ പോലത്തെ ഒന്നും ഇരിക്കുന്നില്ലെങ്കിൽ ഇതുപോലെ ഷാമ്പു ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ ആക്കിയിട്ട് ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ നല്ല സ്മെല്ലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. ഒരുപാട് ഇടേണ്ട, കുറച്ച് മതി. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ബ്രെഡൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു കമ്പി വെച്ചിട്ട് അവർ ചുറ്റിയിട്ട് തരും. അപ്പോൾ ആ ഒരു കമ്പി നമ്മൾ സാധാരണ എല്ലാവരും അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ കളയാണ് ചെയ്യുക. അത് നമ്മൾ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരുപോലത്തെ ടൂത്ത് ബ്രഷൊക്കെ നമ്മുടെ വീട്ടിൽ പിള്ളേർക്കൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു ടൂത്ത് ബ്രഷിൽ ഇതുപോലെ ആ ഒരു കമ്പി എടുത്തിട്ട് ചുറ്റി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും തന്നെ തെറ്റില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. വേറെ എന്തെങ്കിലും പെയിൻ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം തട്ടുമ്പോൾ അതിങ്ങനെ പോവും. അപ്പോൾ ഇതുപോലെ ഒരു കമ്പിയുടെ പീസ് ഇങ്ങനെ ചുറ്റി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇയർഫോണൊക്കെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ നല്ല ഒതുക്കി ചുറ്റിയൊക്കെ വയ്ക്കുന്ന സമയത്ത് അത് അഴിഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് ഈ ഒരു സെയിം കമ്പി വെച്ച് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു സംഭവം നമുക്ക് ഇയർഫോണൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കിട്ടും. പക്ഷേ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവും. അപ്പോൾ ഈ ബ്രെഡൊക്കെ നമ്മൾ എപ്പോഴും വാങ്ങുമ്പോൾ നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കില്ലേ. അപ്പോൾ നമുക്ക് വളരെ നല്ലതാണ്. ബാഗിലൊക്കെ ഇടണമെങ്കിലും ഇതുപോലെ ഒന്ന് ഒതുക്കി ഈ ഒരു കമ്പി ഇട്ടിട്ട് ബാഗിലിടാമല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യും കേട്ടോ. അടുത്ത ടിപ്പും എല്ലാവർക്കും യൂസ്ഫുൾ ആയതാണ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയുന്നതാണ് ബേക്കിംഗ് സോഡയൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഒരു 2 മാസമൊക്കെ കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു പവർ കുറയുന്നു എന്നുള്ളത്. അപ്പോൾ ശരിക്കും അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ കുറച്ച് അധികം ഉണ്ടാവും. എന്നാലും നമ്മൾ അങ്ങനെ കുറച്ച് ഓപ്പൺ ചെയ്തിട്ട് കുറച്ചധികം നാൾ കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ പവർ കുറഞ്ഞു തുടങ്ങും. അപ്പോൾ അതില്ലാണ്ടായിരിക്കാനായിട്ട് നമ്മൾ ബേക്കിംഗ് സോഡ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു കൊച്ചു കുപ്പിയിൽ എടുത്ത് വെച്ചാൽ മതി. അത് നമ്മൾ കഴിയുമ്പോൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനത്തെ ബേക്കിംഗ് ഐറ്റംസൊക്കെ ഫ്രിഡ്ജിൽ വെക്കേണ്ടതെന്നാണ് പറയുക. പക്ഷേ അങ്ങനെ വെക്കാതെ ഇരിക്കുമ്പോൾ അതിൻ്റെ പവർ കുറയുന്നുണ്ട് കുറച്ചധികം നാൾ കഴിയുമ്പോൾ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്നും ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിയുന്ന വരെ നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം എന്നാണ് എൻ്റെ ഒരു അനുഭവം. അപ്പോൾ ട്രൈ ചെയ്യൂ കേട്ടോ. അടുത്ത ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. വിപ്പിംഗ് ക്രീം ഇതുപോലെ നമ്മൾ ഒരിക്കലും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രീം കേടായി പോകുന്നു എന്ന് ഒരു പരാതിയുണ്ട്. അപ്പോൾ അത് കേടാവാണ്ടിരിക്കാനുള്ള ടിപ്പാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം ആ ഒരു പാക്കറ്റിൽ നിന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ ആ ഒരു മുകൾ ഭാഗത്ത് ഈ ഒരു ഭാഗമില്ലേ, ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തെടുക്കുക. അവിടെ ശരിക്കും ഇങ്ങനെ ഓപ്പൺ എന്നൊക്കെ ഏരോ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ക്രീം മാത്രം എടുത്തിട്ട് തണവ് കളഞ്ഞ് എടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ ഒരു ക്രീമിൻ്റെ ബോക്സില്ലേ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊരു സെല്ലോ ടേപ്പ് വെച്ച്
ചുറ്റി ഇങ്ങനെ വെക്കണം. നന്നായിട്ട് ചുറ്റിയിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ സ്റ്റാപ്ലറും കൂടെ അടിച്ച് വയ്ക്കുക. അപ്പോൾ നല്ലോണം ടൈറ്റായിട്ടിരിക്കും. ആവശ്യമുള്ള നേരത്തെ ആ സ്റ്റാപ്ലർ പതുക്കെ ഇങ്ങനെ ഇടിച്ചിട്ട് സെല്ലോ ടേപ്പും നമുക്കിങ്ങനെ ചുറ്റി ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഇതേപോലെ തന്നെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നാൾ കുറേ നാളിരിക്കും, ഒരു കുഴപ്പമില്ലാണ്ട്. കറണ്ടൊന്നും പോയില്ലെങ്കിൽ കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറൊന്നും കറണ്ട് പോയാലും പ്രശ്നമൊന്നുമില്ല. കൂടുതൽ കുറേ സമയം രാത്രിക്ക് ഫുള്ള് കറണ്ട് പോക്ക് ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ കേടാവും, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഞാൻ ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യാറുള്ളതാണ്. ഇതിൻ്റെ ആ ഒരു എക്സ്പയറി ഡേറ്റ് ഒക്കെ കുറച്ചധികം ഉണ്ടാവില്ലേ. അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്യുക. അതുപോലെ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിലും കൂടി ഇട്ടിട്ട് വയ്ക്കുകയാണ് കൂടുതൽ നല്ലത്. പിന്നെ ഫ്രീസറിലാണ് കേട്ടോ വയ്ക്കേണ്ടത്. അത് ഞാൻ പറയാൻ മറന്നതാണ്, അറിയാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് താഴേക്ക് ഇറക്കി വയ്ക്കുക. എന്നിട്ട് അപ്പോൾ കുറച്ചൊന്ന് തണവ് ഇടുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും. അതിനുശേഷം ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കിയുള്ളത് വീണ്ടും ഫ്രീസറിലേക്ക് തന്നെ വയ്ക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. അടുത്ത ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് തന്നെയാണ്. 4 പേര് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ 4 പേർക്കും ഒന്നിച്ച് ഒരു 8 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് പുട്ടുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കുക്കറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അത് വേറൊരു ഐഡിയ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറൊന്നാണിത്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് കുറച്ച് ഓട്സ് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് തേങ്ങ ഇടും. പിന്നെ അതിലേക്ക് ഒന്നില്ലെങ്കിൽ പകുതി ഓട്സ് പകുതി ബാക്കി പുട്ടുപൊടി അങ്ങനെ ഇടുക, അല്ലെങ്കിൽ 1/4 ഭാഗം ഓട്സും ബാക്കി പുട്ടുപൊടി ഇടുക. ഓട്സ് ഞാൻ പൊടിക്കാറൊന്നുമില്ല കേട്ടോ. ഇതുപോലെ അതിലേക്ക് ഡയറക്റ്റ് വെള്ളത്തിലേക്ക് ഇടാണ് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം വെക്കും. അപ്പോൾ ഒന്ന് കുതിർന്ന് കിട്ടും. എന്നിട്ട് നമുക്ക് സാധാരണ പുട്ട് പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എത്ര പ്രൊപ്പോർഷനൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ നല്ലതാണ് കുട്ടികൾക്കൊക്കെ ഓട്സ് ഈ ഒരു പുട്ടിൻ്റെ കൂട്ടത്തിൽ വയറ്റിലെത്തിക്കൂടുമല്ലോ. അപ്പോൾ 1/4 ഭാഗമൊക്കെ ഇടുമ്പോൾ ഒട്ടും അറിയില്ല, അതിൻ്റെ ഉള്ളിൽ ഓട്സ് ഉണ്ടെന്ന് മനസ്സിലാവാനില്ല. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ ഇതുപോലെ ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ എടുക്കുക. എന്നിട്ട് ആ ഗ്ലാസ്സിൽ ആദ്യം തേങ്ങിയിട്ടിട്ട് പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലൊരു നമ്മുടെ കുക്കറിന് പാകാവുന്ന ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ പുട്ടുണ്ടാക്കി കളിക്കില്ല, അതേപോലെ ഇങ്ങനെ പുട്ടുണ്ടാക്കി വയ്ക്കുക. ഞാനിപ്പോൾ ഒരെണ്ണം ജസ്റ്റ് ഒരു ഇത് കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് 4 പുട്ട് വേണമെങ്കിൽ 4 ഇതിലിങ്ങനെ അടുത്തടുത്തായിട്ട് ഇതുപോലെ ഗ്ലാസ് വെച്ചിട്ട് കമത്തിയിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ചിരട്ട വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ചിരട്ട വെച്ചിട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ സ്റ്റീം ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്നേ എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് കുക്കറിൽ എങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കുക്കറായാലും ഇഡ്ഡലിപ്പാത്രമായാലും ഈ രീതിയിൽ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റീൽ ഗ്ലാസ്സിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ പോലെ തന്നെ കുക്കറിൽ വെള്ളം വയ്ക്കുക. ഒരു തട്ട്, കുറച്ച് ഹൈറ്റുള്ളൊരു തട്ട് അടിയിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ പുട്ട് വെച്ച് കൊടുത്തിട്ട് വേണം കുക്കർ ഓൺ ചെയ്യാൻ, അതായത് ഗ്യാസ് കത്തിക്കാൻ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ചൂടായിട്ട് വെക്കാൻ പറ്റില്ല. എന്നിട്ട് അടച്ചിട്ട് കുക്കറിൻ്റെ ആ ഒരു വെയിറ്റ് ഇടണ്ട. എന്നിട്ട് സാധാരണ പോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 8 മിനിറ്റൊക്കെ സ്റ്റീം ചെയ്താൽ മതി. കുക്കറിൻ്റെ വെയിറ്റ് ഇടരുത്, അത് ശ്രദ്ധിക്കണേ. അപ്പോൾ ആ ആവിയിൽ കറക്റ്റായിട്ട് വെന്ത് കിട്ടും, ഒരു പ്രോബ്ലം ഇല്ല. 4 പുട്ട് നമുക്ക് സിമ്പിളായിട്ട് ഒന്നിച്ച് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുക്കർ വലുതാണെങ്കിൽ കൂടുതൽ ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ 8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുക്കറിൽ ഇരുന്നിട്ട് ആ പുട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ തന്നെ അങ്ങോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. കുക്കറിൻ്റെ ഉള്ളിലേക്ക് കൈയിട്ടിട്ട് തട്ടെടുക്കണ്ട. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ പറയാനും മറക്കരുത്. പിന്നെ പുതുതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ടിപ്സൊക്കെ ഇഷ്ടമാണെങ്കിൽ ഐഡിയാസൊക്കെ യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സൊക്കെ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അതും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി മറ്റൊരു നല്ല ഐഡിയ ആയിട്ട് കുറച്ചധികം ടിപ്സുമായിട്ട് നാളെ വരാം. എല്ലാവർക്കും നന്ദി. താങ്ക്